രണ്ടുപേരെയും അറിയാലോ, ഇവിടെ എങ്ങനെയായിരുന്നു? പറയാനുള്ള മാനസികാവസ്ഥയിലല്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ചേച്ചിക്ക് ഇവർ അറിയാമല്ലോ, എന്നാൽ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ നാട്ടിലെ നമുക്ക് സങ്കടം നിങ്ങൾ കണ്ടവർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാം. സങ്കടം പറയാൻ പറ്റില്ല. വളരെ സങ്കടം ആയതുകൊണ്ടാണ് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ്. സിസ്റ്റർ, ഈ കുട്ടികൾ എങ്ങനെയായിരുന്നു ഇവിടെ സ്കൂളിൽ കുറച്ച് കാലമായിട്ട് വന്നിരുന്നല്ലോ, അവർ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കുട്ടികളായിരുന്നു, നല്ല സ്മാർട്ടായിരുന്നു. അവർക്ക് കുട്ടികൾക്കൊന്നും അധ്യാപകർക്ക് അവർക്കൊന്നും തന്നെ പറയാൻ കഴിയാത്ത അത്രയും വളരെ സങ്കടകരമായി കഴിച്ചു. കാരണം പിഞ്ചു കുട്ടികളാണല്ലോ, അവർ എത്രത്തോളം ദുഃഖമുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അധ്യാപകർക്കോ അല്ലെങ്കിൽ തന്നെ അവിടെ കൂടെ ഉള്ളവർക്ക് ആർക്കും തന്നെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായ പ്രതികരണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം തന്നെ അവർക്ക് ഈ കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ ആ ബോഡി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒന്നും സംസാരിക്കുന്നതിന് തന്നെ അവർക്ക് ഒട്ടും എന്താ പറയുക, അത്രയും അടുപ്പമുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ജീവിതത്തിലെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളുകൾ വിട്ടുപോകുമ്പോൾ എത്രത്തോളം പ്രയാസമുണ്ടാകും. അതാണ് നമുക്ക് ഇവരിൽ നിന്നും നാട്ടുകാരുടെയും അല്ലെങ്കിൽ അധ്യാപകരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ. വളരെ അടുപ്പമുള്ളവരെല്ലാം തന്നെ അത്തരത്തിലാണ് സംസാരിച്ചത്. ശരിയാണ് പ്രസാദ്, കുട്ടികളൊക്കെ അറിയാമായിരുന്നു, എല്ലാവർക്കും കുട്ടികളൊക്കെ അറിയാമായിരുന്നു. വാക്കുകൾ ഇടറുകയാണ്. ഒന്നും മിണ്ടാൻ കഴിയാത്ത കനത്ത നിശബ്ദത, കരച്ചിൽ, കണ്ണീർ. ആ സ്കൂൾ മുറ്റമാകെ, കുട്ടികളുടെ കളിച്ചിരി നിറയുന്ന സ്കൂൾ മുറ്റമാകെ ഇപ്പോൾ കണ്ണീർ തളം കെട്ടുന്ന സ്ഥിതിയാണ്. ദുഃഖം ഒതുക്കാൻ പാടുപെടുന്ന പ്രദേശവാസികളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കേരളത്തിൻ്റെ നോവായി മാറിയൊരു കുടുംബം, 2 കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കേരളം.